എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്, അല്ല കേക്ക് തന്നെ ഉണ്ടാക്കുന്നത്. ഇത്രയും അൺപ്രൊഫഷണലായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാൾ ഞാനായിരിക്കും. ആദ്യത്തെ പോറബിൾ കണ്ടീഷൻ എന്നാൽ ഒരു അധികം ലിക്വിഡി ആവരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച കേക്ക് ഇങ്ങനൊന്നും അല്ലടാ. ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണേ. നോട്ട് ബിക്കോസ് ഐ ലവ് ചോക്ലേറ്റ് കേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കിച്ചൻ്റെ വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്തപ്പം കണ്ട 2 ഐറ്റംസാണ് കേട്ടോ ഇത് പൊട്ടിക്കാത്ത ഷുഗർ ഫ്രീ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ്. പാലിനകത്തൊക്കെ ഇട്ട് കുടിക്കുന്ന സാധനമാണ് കേട്ടോ. ചേട്ടൻ എപ്പോഴോ വാങ്ങിച്ചാണ്, ഞാനുള്ളപ്പോൾ വാങ്ങിയതല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഐറ്റം ഞാനിതുവരെ കണ്ടിട്ട് പോലുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ എക്സ്പയറി ചുമ്മാ നോക്കിയപ്പം 10th September ആണ് കേട്ടോ. അപ്പം എങ്ങനെയെങ്കിലും ഇത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. ചേട്ടന് ഇഷ്ടമാണ് ചോക്ലേറ്റ് കേക്ക്. അപ്പം ഞാൻ വിചാരിച്ച് വൈ നോട്ട്. അപ്പോൾ എനിക്ക് ഈ കേക്കിൻ്റെ സെറ്റപ്പും കേക്ക് ഉണ്ടാക്കാനുള്ള സെറ്റപ്പും അതിനുള്ള ഐറ്റംസൊക്കെ ഒന്നുമില്ല, അത്രയ്ക്കൊന്നുമില്ല. അപ്പോൾ ഉള്ള ഐറ്റംസ് വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്ന് എൻ്റെ ചാച്ചിപ്പിറ്റിയോട് ചോദിച്ചപ്പം തന്ന റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ മൈക്രോവേവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്, അല്ല കേക്ക് തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനായി തീരും എന്ന് എനിക്ക് നല്ല ഒരു പേടിയുണ്ട്. അപ്പം ChatGPT കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ മൈദയില്ല, ഞാൻ ആട്ട വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു കപ്പിൽ ആട്ട എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടുകയാണ്. 1 കപ്പ് ആട്ടയും, റെസിപ്പി ഞാൻ മറന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് വീറ്റ് ഫ്ലോറിന് 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് ഷുഗർ ഫ്രീ ഈ സംഭവം ഇതും, പിന്നെ 2 ലാർജ് എഗ്ഗും 1/2 കപ്പ് മിൽക്കും 1/4 കപ്പ് ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറും ബേക്കിംഗ് പൗഡറും പിഞ്ച് ഓഫ് സോൾട്ടും ആണ് വേണ്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ആട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. 1/2 കപ്പ് ഷുഗറാണ് പറഞ്ഞത് കേട്ടോ. ഇത്രയും അൺപ്രൊഫഷണലായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാൾ ഞാനായിരിക്കും, ആദ്യത്തെ ആൾ ഞാനായിരിക്കും. ഞാൻ ഫുള്ള് കൺഫ്യൂസ്ഡാണ് കേട്ടോ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് സാധാ ഷുഗർ അല്ല കേട്ടോ, ഇത് ഒരു തരം ജാഗരി പോലത്തെ ഷുഗറാണ്. അതുകൊണ്ട് എങ്ങനായി തീരുമെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ. ½ കപ്പ് ഷുഗർ. ഇനി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ കാരണക്കാരൻ ആയ സംഭവം അവലാഞ്ച് ഷുഗർ ഫ്രീ ഡ്രിങ്കിങ് ചോക്ലേറ്റ്. സ്വീറ്റ്നറായിട്ട് സ്റ്റീവിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 1/2 കപ്പ് എടുക്കാനാണ് പറഞ്ഞത്. ഇതിൽ തന്നെ കുറച്ച് മധുരം ഉണ്ട്. ഓക്കെ, ഞാൻ എടുത്ത കപ്പ് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊഴിക്കാം. ഇനി ഇതിലേക്ക് സോൾട്ടും ബേക്കിംഗ് പൗഡറും ഇടാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. സോൾട്ടും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആണ് കേട്ടോ ഇടാൻ പറഞ്ഞത്. എനിക്കറിയത്തില്ല, ഇത്രയും മതിയാവും. മതിയാവുമല്ലേ? മതിയാവുമായിരിക്കും. പിന്നെ ഞാനിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 വലിയ മുട്ട,
എന്നിട്ട് ഇത് വിസ്ക് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. പണ്ടെപ്പോഴോ വാങ്ങിയ ഒരു വിസ്കറാണ് ഇത്. ഏതായാലും അതിപ്പോൾ ഉപയോഗം ആയി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിക്കുക. 1/2 കപ്പ് പാലാണ് ഒഴിക്കേണ്ടത്. 1/2 കപ്പ് പാല്, 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ കൂടെ ഒഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. മെൽറ്റഡ് ബട്ടർ കൂടെ ഒഴിച്ച് വിസ്ക് ചെയ്യാം. ഇനി ഡ്രൈയും വെറ്റുമായിട്ടുള്ള ഐറ്റംസ് മിക്സ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടാണ് എനിക്ക് പേടിയാവുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ഒഴിക്കാനാണോ അതോ ഇതെടുത്ത് ഇങ്ങോട്ട് ഒഴിക്കാനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഏതായാലും ഇതല്ലേ വലിയ ബൗൾ, അപ്പോൾ ഇത് ഒഴിക്കാം. ഇച്ചിരി ഇച്ചിരിയായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആവണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു പോറബിൾ കണ്ടീഷൻ, എന്നാൽ ഒരു അധികം ലിക്വിഡി ആവരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഈ ബൗളിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം അധികം ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബൗളിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുട്ടയും പാലും ഒക്കെ വിസ്ക് ചെയ്ത ബൗളാണ് ഇത്. അത് ഞാനങ്ങ് കഴുകി തുടച്ചെടുക്കുകയാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മൈക്രോവേവിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ബേക്കിംഗ് എന്നൊക്കെ ഞാൻ ആരാ ബേക്കിംഗ് എന്നൊക്കെ പറയാൻ. ഇത് കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ടല്ലേ. ഇതിലേക്ക് സ്വല്പം ബട്ടർ തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് ടാപ്പ് ചെയ്യാം. ഈ ടാപ്പ് ചെയ്യുന്നതൊന്നും ChatGPT പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. എനിക്കിത് ഞാൻ പലരും ചെയ്യുന്ന കണ്ടിട്ട് പഠിച്ചതാണ്. ഇനി ഇത് നമുക്ക് മൈക്രോവേവ് ഓവനിൽ വെക്കാം. ഒരു 5 to 7 minutes വെക്കാനാണ് പറഞ്ഞത്. നോക്കാം, ഞാനിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഒരു 5 minutes വെക്കുകയാണ്. എന്നിട്ട് ബാക്കി പിന്നീട് അങ്ങോട്ട് പോക്കെ നമുക്ക് നോക്കാമല്ലോ. ഒരു 5 minutes. ഓൾ ദ ബെസ്റ്റ്. നന്നായി വരൂ, നോക്കാം. 5 minutes വെയിറ്റ് ചെയ്യാം. 5 minutes ആയിരിക്കുകയാണ്. ഒന്ന് തുറന്നു നോക്കാം എന്താ അവസ്ഥ. ഓ മൈ ഗോഡ്, ഇതെന്താണ് ഇങ്ങനെ ഒരു ഷേപ്പില്ലാത്തൊക്കെ പോലെ ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അല്ല, മേളത്തെ കുറച്ച് ഭാഗം കൂടെ ഒന്നാവാനുണ്ട്. ഞാൻ ഉദ്ദേശിച്ച കേക്ക് ഇങ്ങനൊന്നും അല്ലടാ. ഓ മൈ ഗോഡ്. നമുക്ക് കുറച്ച് നേരം കൂടെ വെക്കാം കേട്ടോ.
ഒരു 1 മിനിറ്റ് കൂടെ വെക്കാം. ബേക്കിംഗ് സോഡ ഇടണ്ടായിരുന്നു തോന്നുന്നു. ഇങ്ങനെ അങ്ങ് പൊങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരു മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. കൈ പൊള്ളിപ്പോയി. ഒരു മിനിറ്റ് കൂടെ ഇരിക്കണം എന്ന് തോന്നുന്നു കേട്ടോ. ChatGPT പറഞ്ഞത് സത്യമാണ്. 7 minutes തന്നെ ഇരിക്കേണ്ടി വരും. ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെ ആണോ? എനിക്കറിയത്തില്ല. ഇത് കുത്തി നോക്കുമ്പോൾ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ആയി എന്നാണ്. ഒന്നും വരുന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് 1 മിനിറ്റ് കൂടെ വെക്കാം കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് റെഡി. പക്ഷെ ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങിയൊക്കെ. കുക്കിംഗ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഇതെന്താണ് ഇങ്ങനെ ആയെന്ന്. സ്വാഹ. ഇനി ഒന്ന് കുത്തി നോക്കാം. ഞാൻ കുത്തി നശിപ്പിച്ചു എന്നൊന്നും പറയണ്ട, കാരണം ഇതിനകത്ത് ഓൾറെഡി ഇല്ല മൂണിലൊക്കെ കാണുന്ന പോലത്തെ സുഷിരങ്ങളുണ്ട് കേട്ടോ. ഇത് സ്വന്തമായിട്ടൊക്കെ ഇളകി വന്നിട്ടുണ്ട്. എനിക്കായിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് കേട്ടോ എൻ്റെ കേക്ക്. ഇതിലെന്തൊക്കെയോ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ എന്താ ഒരു ബുദ്ധിമുട്ടിയെന്നറിയോ ഞാൻ. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷ. ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലോ. ശരിക്കും ChatGPT ഒരു ചോക്ലേറ്റ് സോസൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ, ഇതിൻ്റെ പുറത്തൂടെ ഒഴിക്കും. പക്ഷേ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ മൂടേ പോയി. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ഉണ്ടോ എന്നെങ്കിലും നോക്കാം. ടേസ്റ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് കുഴപ്പമില്ല. ടേസ്റ്റ് വൈസ് ഇറ്റ്സ് നൈസ്. ഒരു ഷേപ്പിലെന്നൊക്കെ ഉള്ളൂ കേട്ടോ. ടേസ്റ്റിൽ നല്ലതാണ്. കുറച്ച് മധുരം കുറവാണ്. എനിക്ക് മധുരം കുറഞ്ഞാണ് ഇഷ്ടം കേട്ടോ. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ ഇടാം. പക്ഷേ ഇതെന്തുകൊണ്ട് വന്നു എന്ന് കുക്കിംഗ് അറിയാവുന്നവർ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, അപ്പം if you like this video, please like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!